യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞതായ ഒരു കാര്യമുണ്ട്. നമ്മളല്ല ആദ്യം ദൈവത്തെ സ്നേഹിച്ചത്, ദൈവമാണ് ആദ്യം നമ്മെ സ്നേഹിച്ചത്. നഷ്ടപ്പെട്ടു പോയവരായ നമ്മെ കർത്താവ് കണ്ടെത്തി അവൻ്റെ മാർവോട് അവൻ അണച്ചു. അവൻ നമ്മളോട് തൻ്റെ സ്നേഹം പറയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അവൻ്റെ സ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്യണം, പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് നാം അവനെ തിരിച്ച് സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഭൗതിക കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കുക വഴിയല്ല. ഒരു മെഴുകുതിരി കത്തിക്കുകയോ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുകയോ വിശുദ്ധ വേദപുസ്തകം വായിച്ചു തീർക്കുകയോ ഇതൊന്നുമല്ല യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ മുഖ്യ ആധാരമെന്ന് പറയുന്നത്. അതേ ദൈവവചനത്തിലൂടെ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, കർത്താവ് യേശുക്രിസ്തു തന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് എന്നുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിനാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായ ആളുകൾ അവരെ ദൈവത്തിൻ്റെ ആത്മാവ് വഴി നടത്തും. കാരണം അവർ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവനെ വിശ്വസിക്കുക വഴി അവരുടെ ജീവിതത്തിൽ ആ വീണ്ടുജനനത്തിൻ്റെ അനുഭവം വരുന്ന സമയം മുതൽ അവരെ ദൈവത്തിൻ്റെ ആത്മാവ് വഴി നടത്തുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ആത്മാവ് വഴി നടത്തുക എന്ന് പറയുന്നത് ദൈവം തന്നെ നമ്മെ വഴി നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വഴി നടത്തുമ്പോൾ അല്ലെങ്കിൽ നയിക്കുന്നത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളായി ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത് മാനസാന്തരത്തിലേക്കാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത് നമ്മളുടെ സ്വയത്തെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുവാനും യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സത്യത്തിലേക്ക് വഴി നടത്തുന്നു. ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. നോക്കൂ, സത്യത്തിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മൾ സാധാരണയായിട്ട് ഈ സത്യം എന്നുള്ള വിഷയത്തെ വളരെ എക്സ്ക്ലൂസീവായിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നവരായ ആളുകളാണ്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കടന്നു വരുന്നതായ വിഷയങ്ങളെ നമ്മൾ ഒറ്റയ്ക്ക് സത്യമായി കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഉദാഹരണത്തിന്, സത്യം പറയുന്ന കാര്യത്തിൽ നീ പറയുന്നതാണോ സത്യം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണ് എന്നൊക്കെയുള്ള ആ ഒരു പ്രത്യേക അവസരത്തിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതായ വാക്കാണ് സത്യം എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവവചനത്തിൽ സത്യമെന്ന് പറയുന്നിടത്തെല്ലാം തന്നെ ദൈവത്തിൻ്റെ വചനത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവവചനത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ദൈവവചനത്തിലേക്ക് നയിക്കുന്നു. പലപ്പോഴും പല ആളുകൾക്കും വിശുദ്ധ വേദപുസ്തകം എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അറിയാൻ പാടില്ല. ദൈവവചനത്തിലൂടെ തന്നെ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു നിലപാടുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനം സമ്പൂർണ്ണമാണെന്നുള്ള നിലപാട്. ഇന്നത്തെ കാലത്ത് പല ആളുകളിലും പിശാച് വളരെ ആശയക്കുഴപ്പങ്ങൾ കൊണ്ടിടാറുണ്ട്. ചില ആളുകൾ പഠിപ്പിക്കാറുണ്ട് ദൈവത്തിൻ്റെ വചനം സമ്പൂർണ്ണമല്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് അവർ പറയുന്നത്, ഇത് എഴുതിയവരായ ആളുകൾ പല കാലഘട്ടങ്ങളിൽ എഴുതിയതാണ്. അതേപോലെ തന്നെ എഴുതിയതായ ആളുകൾ വിദ്യാഭ്യാസം കുറഞ്ഞതായ ആളുകളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് പൗലോസിനെ കുറിച്ച് ചിലർ ക്രിറ്റിസിസമായി പറയുന്നത്, പൗലോസിന് ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത വ്യക്തിയാണ്, സ്ഥിരതയോടുകൂടെ കാര്യങ്ങൾ പറയാത്ത വ്യക്തിയാണ്, ഓരോരോ ഭാഗത്ത് താൻ പറയുന്നതായ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നവരായ ആളുകളുണ്ട്. അതുപോലെ യേശുക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങളെക്കുറിച്ചും വിമർശിക്കുന്നവരായ ആളുകളുണ്ട്. ഇവരുടെ എല്ലാ ഉദ്ദേശം പിശാചിൻ്റെ ഉദ്ദേശം തന്നെയാണ്.
കാരണം ദൈവത്തിൻ്റെ വചനം അത് ദൈവശ്വാസ്യമാണെന്ന് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. ഏത് തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ അത് സംബന്ധിച്ചുള്ള ആ വക പ്രാപിച്ച് അവൻ ദൈവത്താൽ പ്രയോജനപ്പെടേണ്ടതാണെന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. നോക്കൂ, ഇവിടെ എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർണ്ണതയാണ്. നമ്മളത് വിശ്വസിക്കണം. മാത്രമല്ല, ദൈവവചനം പഠിച്ചെങ്കിൽ മാത്രമേ ദൈവവചനത്തിൻ്റെ ആ ആധികാരികത നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ കഴിയത്തുള്ളൂ. പലരും വചനം പഠിക്കാറില്ല, മനസ്സിലാക്കാറില്ല. ഓരോ ദൈവദാസന്മാരും വിശുദ്ധ വേദപുസ്തകം എഴുതുമ്പോൾ അവരുടെ സാഹചര്യത്തിൽ കൊടുക്കുന്നതായ സന്ദേശങ്ങളായിട്ടാണ് എഴുതുന്നത്. നമ്മളത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആ ആധികാരികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, കർത്താവ് യേശുക്രിസ്തു ആത്മീയമായ സത്യങ്ങൾ നമ്മെ ഗ്രഹിപ്പിക്കുവാൻ ഉപമകളിലൂടെയാണ് അവൻ അന്നുള്ള ആളുകളോട് സംസാരിച്ചത്. ആ ഉപമയിലൂടെ തന്നെ ആത്മീയമായ മർമ്മങ്ങൾ നമുക്ക് വ്യക്തമായും ബോധ്യമാകുവാൻ കഴിയും. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ദൃഷ്ടാന്തങ്ങൾ, സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, അല്ലെങ്കിൽ ഉപമകൾ, ചെറിയ കഥകൾ, ഇവയെല്ലാം തന്നെ ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നതായ ഉപദേശങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഗ്രഹിച്ചറിയുവാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിന് നമ്മൾ നന്നായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുകയും അതിൻ്റെ ആധികാരികത എത്രത്തോളമാണെന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയും ചെയ്യും. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിന് 2 ഭാഗങ്ങളാണുള്ളത്: പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമം എന്ന് പറയുന്നത് ചരിത്ര കാലഘട്ടത്തിൽ ദൈവം എങ്ങനെയാണ് ഈ ലോകത്തിൽ പ്രവർത്തിച്ചതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ചരിത്രത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു, അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾ പറയാറുണ്ട്, പഴയ നിയമം വായിക്കരുത്, പുതിയ നിയമമേ വായിക്കാവൂ. പക്ഷേ ഞാൻ നിങ്ങളോട് അങ്ങനെയല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി സപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് പഴയ നിയമത്തിൻ്റെ ആ ഒരു പ്രാധാന്യത. അതായത്, പഴയ നിയമം പലപ്പോഴും നിഴലായി നമുക്ക് നൽകുമ്പോൾ പുതിയ നിയമം പൊരുളായി നമുക്ക് നൽകുകയാണ്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് 10 കൽപ്പന എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനിടയായി തീർന്നു. മോശ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തെ 10 കൽപ്പനകളിൽ ചുരുക്കി അത് വ്യക്തമായ ഉപദേശമായി ആളുകളെ പഠിപ്പിച്ചപ്പോൾ യേശുക്രിസ്തു ആ 10 കൽപ്പനകളെ പിന്നെയും ചുരുക്കി 2 കൽപ്പനകളിലേക്ക് യേശുക്രിസ്തു കൊണ്ടുവരാനിടയായി തീർന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മെ ആ ആത്മീക സത്യങ്ങളിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ ആ ഉപദേശങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവവചനത്തിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ചെയ്യുന്നത്? നമ്മെ ഈ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന സമയം തന്നെ കർത്താവ് യേശുക്രിസ്തു താനും ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അന്ന് പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് കർത്താവ് യേശുക്രിസ്തു വായിച്ചത് യഹൂദന്മാരുടെ തോറ എന്നറിയപ്പെടുന്ന വേദഗ്രന്ഥം. അത് ദൈവം തന്നെ കൊടുത്തതാണ്. അതുപോലെ തന്നെ ന്യായപ്രമാണത്തിലെ മറ്റ് പുസ്തകങ്ങൾ, യെശയ്യാ പ്രവാചക പുസ്തകങ്ങൾ, മറ്റ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ, ദാവീദ് എഴുതിയതായ സങ്കീർത്തനങ്ങൾ, ഇവയെല്ലാം തന്നെ കർത്താവ് യേശുക്രിസ്തു വായിക്കുകയും പരാമർശിക്കുകയും ചെയ്തു. കർത്താവ് യേശുക്രിസ്തു അന്ന് ഉപയോഗിച്ചത് പഴയ നിയമ തിരുവെഴുത്തുകൾ തന്നെയാണ്. അതേ പിശാച് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ യേശുക്രിസ്തു ഈ തോറയും പിടിച്ചുകൊണ്ടാണോ അവൻ മരുഭൂമിയിലേക്ക് പോയത്? പിശാചിൻ്റെ ആ ഒരു പ്രലോഭനങ്ങളെ അവൻ അഭിമുഖീകരിച്ചത്. ഫിസിക്കലി യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ അങ്ങനെയുള്ള യാതൊരു പുസ്തകം ഇല്ലായിരുന്നുവെന്ന് വേണം നമ്മൾ കരുതുവാൻ. പക്ഷേ അവൻ വായിച്ചതായ, ഗ്രഹിച്ചതായ സ്ക്രിപ്റ്റേഴ്സ്, തിരുവെഴുത്തുകൾ യേശുക്രിസ്തു ഗ്രഹിച്ച് അവൻ്റെ ഹൃദയത്തിൽ അവൻ സൂക്ഷിച്ചിരുന്നു. നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത് ബൈബിൾ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകണം. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു ഫിസിക്കൽ പുസ്തകമായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ വചനമെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആ വചനത്തെ വിശ്വസിക്കണം. ആ വചനം എനിക്കുള്ളതാണെന്ന് വിശ്വസിക്കണം. അത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തരുന്ന സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വചനത്തിലൂടെ തന്നെ വേണം നമ്മൾ ജീവിക്കുവാൻ. വചനം വിട്ട് അണുവിട നമ്മൾ മാറിപ്പോകരുത്. നോക്കൂ, യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിക്കുമ്പോൾ ആ 3 പരീക്ഷകളുടെയും ഒടുവിൽ
കർത്താവ് യേശു ക്രിസ്തു ഓരോരോ പരീക്ഷകളുടെ ഒടുവിലായി സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. ഒന്നാമത്തെ പരീക്ഷ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാക്കി തീർക്ക എന്ന് ചോദിച്ചപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വചനം എന്തായിരുന്നു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൻ, എഴുതപ്പെട്ടിരിക്കുന്നു. അടുത്ത പരീക്ഷയിലും അത് തന്നെയാണ് കർത്താവ് യേശുക്രിസ്തു ചെയ്യുന്നത്. അവൻ വീണ്ടും വീണ്ടും വചനം പിശാചിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പിശാച് ഈ വചനത്തിനു മുമ്പാകെ വിറയ്ക്കുന്നു. കാരണം ദിസ് ഈസ് ഗോഡ് ബ്രെത്തഡ് വേർഡ് ഓഫ് ഗാഡ്. അത് ദൈവത്തിന്റെ ശ്വാസം വീണ വചനമായതുകൊണ്ട് പിശാച് അതിനെ ഭയപ്പെടുന്നു. നോക്കൂ, നമ്മൾ ഈ വചനം വായിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ സാത്താൻ നമ്മളെ ഭയപ്പെടുന്നു. കാരണം നിങ്ങളുടെ ഉള്ളിൽ വചനമുള്ളത് കൊണ്ട്. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓരോരുത്തരും ശത്രുവിനെ ജയിക്കുക എന്നുള്ളതാണ്, ലോകത്തെ ജയിക്കുക എന്നുള്ളതാണ്. കർത്താവ് യേശുക്രിസ്തു ലോകത്തെ ജയിച്ചു. കർത്താവ് യേശുക്രിസ്തു ശത്രുവിനെ ജയിച്ചു. നാമും അതുപോലെ ലോകത്തെയും ശത്രുവിനെയും അഥവാ പിശാചിനെയും നമ്മൾ ജയിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ? അതേ വചനത്തിലൂടെ മാത്രമേ നമുക്ക് ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, അവൻ നമ്മെ സത്യത്തിലേക്ക് വഴി നടത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ, ആര്? ദൈവത്തിന്റെ ആത്മാവ് സ്വയമായി സംസാരിക്കുകയില്ല, മറിച്ച് താൻ കേൾക്കുന്നത് സംസാരിക്കുക. അതായത് ദൈവം തൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവോട് പറയുമ്പോൾ അത് കേട്ട് നമുക്ക് അറിയിച്ചു തരുന്നു. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അതുപോലെ തന്നെ കേൾക്കുന്നത് നിങ്ങളോട് സംസാരിക്കും. അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടമാണെങ്കിലും നീ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും കേൾക്കുന്നത് വിശ്വസിക്കണം. നീ കാണുന്നതല്ല വിശ്വസിക്കേണ്ടത്, നീ കേൾക്കുന്നത് വിശ്വസിക്കണം. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ കാണുന്നത് വിശ്വസിച്ച് നമ്മൾ പ്രയാസപ്പെടാറുണ്ട്. പക്ഷേ വചനം ഗ്രഹിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നമ്മൾ തകർന്നു പോകുകയില്ല. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി അക്കരെ പടകിൽ യാത്ര ചെയ്യുമ്പോൾ അവർ കാണുന്നത് തിരമാലകളും കൊടുങ്കാറ്റുകളും കടൽ ക്ഷോഭം കൊണ്ട് ഇളകുന്നതുമായിരുന്നു. അവർ ഭയപ്പെട്ടു പോയ സന്ദർഭം, കാരണം അവർ ശ്രദ്ധിക്കുന്നത് ലോകത്തെയാണ്. പക്ഷേ ആ ലോകത്തെ ശ്രദ്ധിക്കാതെ പടകിൽ ഉറങ്ങുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ, കർത്താവെ ഞങ്ങളെന്ന് വിടുവിക്കണമേ, കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് അവർക്ക് പറയുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവർ പ്രാണഭയത്തിലായി എല്ലാം നശിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇനിയിപ്പം യേശുവിനെ വിളിക്കുകയല്ലാതെ യാതൊരു മാർഗവുമില്ല എന്ന് ചിന്തിച്ചിട്ട് അവർ യേശുവിനെ വിളിക്കുകയാണ്. നോക്കൂ, നമ്മൾ കേൾക്കേണ്ടത് യേശുവിൽ നിന്നുമാണ്, നമ്മൾ അറിയേണ്ടത് ദൈവവചനത്തിൽ നിന്നുമാണ്. അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഈ ലോകത്തെ ജയിക്കുവാൻ സാധിക്കും. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. ദൈവവചനത്തിലേക്കുള്ള ആ ഒരു നയിക്കപ്പെടൽ പരിശുദ്ധാത്മാവിനാൽ അനുഭവിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഈ നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദൈവവചനത്തിലേക്ക് കടക്കാതെ ഞങ്ങൾ അസത്യങ്ങളിലേക്ക് പോകാറുണ്ട്. ദൈവവചനമല്ലാത്ത കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്ന് അറിയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും കർത്താവെ, ദൈവവചനത്തിൻ്റെ സത്യം ഞങ്ങളെ വ്യത്യാസപ്പെടുത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നീ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആത്മീയമായ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.